മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ്, മൂന്ന് ഭാഗമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാനിനെ സംവിധാനിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ഘട്ടം അത് റഹ്മത്തിന്റെ 10ന്റെ ഘട്ടമാണ്. റഹ്മത്തിന്റെ 10 ദിവസങ്ങളിൽ അല്ലാഹുവിന്റെ റഹ്മത്തുകൾ വാരിക്കോരി ചൊരിഞ്ഞു കൊടുക്കുന്ന ഘട്ടം. ഈ ഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുഅ്മിനിക്ക് അവൻ ചോദിക്കുന്നത് മുഴുവനും നൽകാൻ സന്നദ്ധനാണ്. ഒരാൾ എത്രത്തോളം അള്ളാഹുവിനോട് അകമഴിഞ്ഞ് ചോദിക്കുന്നുവോ ആ ചോദ്യത്തിന് ആൻസർ ലഭിക്കുമെന്നാണ്. അങ്ങനെയാണ് ചരിത്രങ്ങൾ പഠിപ്പിച്ചു തരുന്നത്. വിശ്വാസിയായ ആളുകൾ അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുന്നു, അള്ളാഹുവിന് വേണ്ടി നോമ്പനുഷ്ഠിക്കുന്നു, അള്ളാഹുവിന് വേണ്ടി ജീവിക്കുന്നു, അവന്റെ കൃപയ്ക്ക് വേണ്ടി മാത്രം ജീവിതത്തിനെ ചിട്ടപ്പെടുത്തുന്നു. ഇങ്ങനത്തെ ഒരു വിശ്വാസി തീർച്ചയായിട്ടും അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ ഉത്തരം ലഭിക്കുമെന്നുള്ളത് തീർച്ചയാണ്. ഇങ്ങനെ ഉത്തരം ലഭിക്കുമെന്നുള്ളതിന് എത്രയോ തെളിവുകളുണ്ട്. മഹാന്മാരായ അംബിയ മുർസലുകൾ എത്രത്തോളം കാലങ്ങൾ അവർ പരീക്ഷണങ്ങളിൽ അവരായിരുന്നു. അള്ളാഹുവിന്റെ പരീക്ഷണത്തിന് വിധേയപ്പെട്ട് കാലങ്ങളോളം അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായതുകൊണ്ട് അള്ളാഹു തആല അവരുടെ ആ ചോദ്യത്തെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഒരുപാട് കൂട്ടിക്കൊടുക്കാൻ വേണ്ടി സമയം അങ്ങോട്ട് വൈകിച്ചു. അതിനുശേഷം അവർക്ക് ആ കാര്യത്തിന്റെ ലബ്ധി സാധ്യമായി എന്നുള്ളതാണ്. എത്രയോ ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എന്തിനേറെ പറയണം, ഇബ്ലീസ് ലഅനത്തുല്ലാഹ് അള്ളാഹു ദുആക്ക് ഉത്തരം നൽകി എന്നുള്ളത് പരിശുദ്ധ ഖുർആനിലുള്ളതാണ്. അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ച സമയത്ത് അവന്റെ കിബർ കാണിച്ചുകൊണ്ട് അവൻ അവിടെ നിന്ന് മൂട്ട് കാണിച്ച സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു എന്തായിരുന്നു? വഇന്ന അലൈക ലഅനതി ഇലാ യൗമിദ്ദീൻ, എന്റെ ശാപം പുനരുദ്ധാരണ ദിവസവും കഴിഞ്ഞ് ജസാഇന്റെ ദിവസം വരെ നിനക്ക് നീണ്ടുപോയിരിക്കുന്നു. അത്രയും കാലം നിനക്ക് എന്റെ ശാപമുണ്ടായിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസ് ലഅനത്തുല്ലാഹിയോട് പറയാണ്. ഇപ്പൊ ഇത് കേട്ടപ്പോ ഇബ്ലീസ് എന്താ മറുപടി പറഞ്ഞത്? ഇബ്ലീസ് അള്ളാഹുവിനോട് പറഞ്ഞെന്താ? ഈ മരണത്തിനെ പേടിയുണ്ട് ഇബ്ലീസിന്. എന്തും പേടിയാ. മരണത്തിനെ പേടിക്കാത്ത ആരാളുള്ളത്? മരണത്തിനെ പേടിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഇബ്ലീസിന് മരണത്തിന് പേടിയാണ്. അതുകൊണ്ട് ഇബ്ലീസ് മറുപടി പറഞ്ഞു, റബ്ബിൻദുർനി ഇലാ യൗമി യുബ്അസൂൻ, പുനരുദ്ധാരണ ദിവസം വരെ ദീർഘായുസ് തരണേ അല്ലാഹ്. പുനരുദ്ധാരണ ദിവസം എന്ന് പറഞ്ഞാൽ എല്ലാവരും മരിച്ചു കഴിഞ്ഞ് രണ്ടാമത് എഴുന്നേൽക്കുന്ന സമയം. ആ സമയം വരെ ദീർഘായുസ് തരണമെന്ന് ഇബ്ലീസ് ചോദിച്ചപ്പോൾ അല്ലാഹു തആല ഉത്തരം നൽകിയിട്ടുണ്ട്. അവൻ അത്രയും കാലം ജീവിക്കാനുള്ള അവസരം കൊടുത്തു. ഇതുപോലെ അത് ഇബ്ലീസ് ചോദിച്ചപ്പോൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനെ അനുസരിക്കുന്ന ഇഷ്ടദാസന്മാർ ചോദിച്ചാൽ എങ്ങനെ കിട്ടാണ്ടിരിക്കും? ഒരു അറാബിയുടെ കഥ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും, ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. ഒരു അറാബി നിസ്കരിക്കാൻ വേണ്ടി പള്ളി കയറിയ സമയത്ത് തന്റെ വാഹനം പുറത്തു വെച്ചിട്ടാണ് പള്ളി കയറിയത്. അള്ളാഹുവിനെ അഗാധമായി അഥവാ അങ്ങേയറ്റത്തെ ആരാധന കൽപ്പിച്ച് പൂർണ്ണമായി വിശ്വാസമർപ്പിച്ച് എന്തിനും അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് ജീവിക്കുന്ന ആ അറാബി പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി കയറിയ സമയത്ത് ആരോ ഒരാൾ വന്ന് ആ വണ്ടി അങ്ങ് അടിച്ചു മാറ്റിപ്പോയി. ആരോ കട്ടുകൊണ്ടുപോയി. നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ വണ്ടി കാണാനില്ല. വണ്ടി കാണാതായപ്പോ, വണ്ടി എന്ന് പറഞ്ഞാൽ കഴുതയോ കുതിരയോ ഒട്ടകമോ, അത് അന്നത്തെ വാഹനം. ആ വാഹനം കാണാണ്ടായ സമയത്ത് അള്ളാഹുവിനോട് പറഞ്ഞു, അള്ളാഹുവേ, നീ എന്നോട് പറഞ്ഞ കർമ്മം, നീ എന്നോട് കൽപ്പിച്ചിട്ടുള്ള ആ കർത്തവ്യം ഞാൻ പൂർണ്ണമായി നിർവഹിച്ചു. പക്ഷേ ഞാനിങ്ങനെ നിനക്ക് വേണ്ടി ഈ ആരാധന ചെയ്യാൻ വേണ്ടി നിസ്കരിക്കാൻ വേണ്ടി പള്ളി കയറിയാൽ എൻ്റെ വാഹനത്തെ സംരക്ഷിക്കേണ്ടവൻ നീയല്ലേ റബ്ബേ? എൻ്റെ വാഹനം എവിടെ? ആ വാഹനം എനിക്ക് വേണമെന്ന് അള്ളാഹുവിനോട് ഒരു കൊച്ചുകുട്ടി തൻ്റെ ഉപ്പയോടും ഉമ്മയോടും വാശി പിടിച്ച് കരയുന്ന ആവശ്യ നിർവഹണത്തിന് വേണ്ടി തേടുന്നത് പോലെ ഈ അറാബിയായ മനുഷ്യൻ അള്ളാഹുവിനോട് തേടാണ്. അങ്ങനെ തേടി ആ മനുഷ്യൻ ആ കാര്യം നേടിയെടുക്കുന്നു എന്നുള്ളതാണ്.
കുറച്ച് കഴിഞ്ഞപ്പോ ഒരാൾ ഇങ്ങനെ കൈയൊക്കെ മുറിഞ്ഞ്, അയാളുടെ കൈ ഇങ്ങനെ മുറിച്ചിത്രേ. അയാളെ കൈ മുറിച്ച രീതിയിലാണ് അയാൾ ആ വാഹനം കൊണ്ട് ഇങ്ങനെ മുന്നിൽ വന്ന് കൊടുത്തു അത്രേ, കട്ടുകൊണ്ടുപോയ ആള്. അള്ളാഹു ആ സ്പോട്ടിൽ തന്നെ ഉത്തരം നൽകി. ഉത്തരത്തിന് ആ ഉത്തരം കൊടുക്കാൻ വേണ്ടി സമയം ദീർഘിപ്പിച്ചില്ല അള്ളാഹു സുബ്ഹാനഹു വ തആല. നമ്മൾ ചോദിച്ചാലും അള്ളാഹു നമുക്ക് നൽകും. നമ്മുടെ ഇബാദത്തുകളൊക്കെ അവൻ തൃപ്തിപ്പെട്ട രീതിയിലാവേണ്ടതുണ്ട്. നമ്മുടെ നിസ്കാരങ്ങളുടെ അവസ്ഥ എന്താണ്? നമ്മുടെ നിസ്കാരത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് എവിടെയാണ്? ഏകനായ റബ്ബിന്റെ മുന്നിൽ എല്ലാം തരുന്ന, ഭക്ഷണം തരുന്ന, അന്നം തരുന്ന, നമ്മുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന, ജീവിതം തന്നെ നമുക്ക് തന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മുന്നിൽ സുജൂദ് ചെയ്യേണ്ട നമ്മുടെ ചിന്തകൾ എവിടെയാണ്? പറയുന്ന എന്റെയും പലരുടെയും ചിന്തകൾ എവിടെയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഈ വലിയ നിഅമത്തുകൾക്ക് സുജൂദ് ചെയ്യാൻ, ശുക്ർ ചെയ്യാൻ നമ്മൾ സന്നദ്ധത കാണിക്കുന്ന സമയത്ത് നമ്മുടെ ചിന്ത എവിടെ പോയി കിടക്കാണ്? നമ്മൾ ആരെയാണ് നമ്മൾ ആലോചിക്കുന്നത്? എന്തവസ്ഥകളെയാണ് നമ്മൾ ചിന്തിക്കുന്നത്? നമ്മുടെ കയ്യിലുള്ള നമുക്ക് ലഭിച്ച അധികാര പരിധിയെ കുറിച്ചാണോ? നമ്മുടെ കയ്യിലുള്ള സമ്പത്തിനെ കുറിച്ചാണോ നമ്മൾ ആലോചിക്കുന്നത്? എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോകുമെന്ന് ചിന്തിക്കുകയാണോ? ദുനിയാവിൻ്റെ എല്ലാ ചിന്തകളെയും നമ്മൾ മാറ്റിവെച്ച് അള്ളാഹുവിലേക്ക് മാത്രം സമർപ്പിക്കേണ്ട നിസ്കാരത്തെ നമ്മൾ എവിടെയാണ് കൊണ്ടുവെക്കുന്നത്? നിസ്കാരത്തിൽ നമ്മുടെ ചിന്ത കടം കൊടുക്കാനുള്ളതാണ്. നിസ്കാരത്തിൽ നമ്മൾ ആലോചിക്കുന്നത് മറ്റെന്തെങ്കിലും ബാധ്യതകളെ കുറിച്ചാണ്, നമ്മൾ പോകാനുള്ള ഇടങ്ങളെ കുറിച്ചാണ്, നമ്മുടെ വീടിനെ കുറിച്ചാണ്, മക്കളെ കുറിച്ചാണ്, സമ്പത്തിനെ കുറിച്ചാണ്. അള്ളാനെ ആലോചിക്കുന്നില്ല. അള്ളാനെ ആലോചിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾ നിസ്കരിക്കേണ്ടത്? ആ അറാബിയായ മനുഷ്യൻ അള്ളാഹുവിന് വേണ്ടി ആരാധിച്ചത്, അള്ളാഹുവിന് വേണ്ടി നിസ്കരിച്ചത് പൂർണ്ണമായി അള്ളാഹുവിനെ മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ടാണ്. അള്ളാന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന പൂർണ്ണ ബോധ്യത്തോടുകൂടെയാണ്. അങ്ങനെയാണ് അയാൾ അള്ളാഹുവിന് വേണ്ടി നിസ്കരിച്ചത്. അതുകൊണ്ടാണ് അള്ളാഹു തആല ചോദിച്ചപ്പോഴേക്ക് ഉത്തരം നൽകിയത്. അള്ളാഹു പറഞ്ഞതുപോലെ നിസ്കരിച്ചു, അവൻ അനുഷ്ഠിക്കേണ്ടതുപോലെ, അവൻ അനുസരിക്കേണ്ടതുപോലെ അനുസരിച്ചു കഴിഞ്ഞു. അള്ളാഹു അതുപോലെ തിരിച്ചു നൽകുകയും ചെയ്തു. നമ്മൾ ദുആ ചെയ്തിട്ട് ഉത്തരം ലഭിക്കുന്നുണ്ടോ? നമ്മുടെ ദുആഇന് ഉത്തരം ലഭിക്കുന്നുണ്ടോ? ഇഖ്ലാസ് ഉണ്ടോ? എവിടെയാണ് ഇഖ്ലാസ് ഉള്ളത്? ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഖ്ലാസ് എന്ന് പറഞ്ഞതിനെ കുറിച്ച് അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നത് എന്താണ്? നമ്മൾ അള്ളാനെ കാണുന്നുണ്ടോ? ഇല്ല. നമ്മൾ അള്ളാനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നമ്മെ കാണുന്നുണ്ട് എന്ന രീതിയിലാണ് നമ്മുടെ നോമ്പ് വേണ്ടത്, നമ്മുടെ നിസ്കാരം വേണ്ടത്, നമ്മുടെ സ്വതക്ക വേണ്ടത്, നമ്മുടെ മറ്റു പ്രവർത്തനങ്ങൾ വേണ്ടത് അള്ളാഹു കാണുന്നുണ്ട് എന്ന രീതിയിലാണ്. ഈ റമളാൻ അങ്ങനത്തെ ഒരു കാലമാണ്. സുകൃതങ്ങൾ കൂടുതൽ ചെയ്യേണ്ട കാലഘട്ടമാണ്. ഈ സുകൃതങ്ങൾ കൂടുതൽ ചെയ്യുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുന്നുണ്ട് എന്ന ബോധത്തോടുകൂടെ ചെയ്യുകയാണെങ്കിൽ അല്ലാഹു നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടപ്പിലാക്കി തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പര്യാപ്തനാണ്. നമ്മുടെ ഈ നോമ്പിന്റെ സമയത്ത് സ്വതക്ക നൽകുന്നവരാണ് നമ്മൾ. ആള് കാണാൻ വേണ്ടി സ്വതക്ക നൽകുന്നുണ്ട് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുമോ? നമ്മുടെ സമ്പത്ത് അത് ചെലവഴിക്കുന്നത് തന്നെ അല്ലാഹു കാണുന്നുണ്ട് എന്ന രീതിയിലായിരിക്കണം. ഇങ്ങനെയായിരിക്കണം നമ്മൾ നോമ്പ് നോൽക്കേണ്ടതും, ഇങ്ങനെയായിരിക്കണം നമ്മുടെ സുകൃതങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നോമ്പിനെ നൽകിയതിനെ കുറിച്ച് ഹദീസിൽ കാണാം. നോമ്പ് എന്നതുകൊണ്ട്, സൗമ് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? നിയന്ത്രിക്കുക എന്നതാണ് നോമ്പ് കൊണ്ട്, സൗമ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സൗമ് എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കുക എന്നാണ്, പിടിച്ചു വെക്കുക എന്നുള്ളതാണ്. എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മള് അരുതായ്മകളും കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സുകൊണ്ടും നമ്മുടെ വാക്കുകൊണ്ടും നമ്മുടെ പ്രവൃത്തി കൊണ്ടും ഒക്കെ വരും. അതിനെയൊക്കെ പിടിച്ചു നിർത്തലാണ് നോമ്പ്. അല്ലാണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണത്തിനെ പിടിച്ചു നിർത്തുക എന്നുള്ളതല്ല.
ഭക്ഷണത്തെ പിടിച്ചു നിർത്തുക എന്ന് പറയുമ്പോൾ അഥവാ രാവിലെ മുതൽ എത്ര സമയമാണ് നമ്മൾ ഭക്ഷണം കഴിക്കാണ്ടിരിക്കുന്നത്? രാവിലെ 5:20 അല്ലെങ്കിൽ 5:23 ആകുമ്പോൾ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഭക്ഷണം ഒന്നും കഴിക്കൂല, വെള്ളം കുടിക്കൂല, ഒന്നുമില്ല. വൈകുന്നേരം 6:40 വരെ നമ്മളൊന്നും കഴിക്കാണ്ട് അന്നങ്ങളൊക്കെ ഒഴിവാക്കി നമ്മൾ ജീവിക്കും. പക്ഷെ ചില ആളുകൾ സിനിമ കാണും, ചില ആളുകൾ സീരിയൽ കാണും, ചില ആളുകൾ വേണ്ടാത്തത് അപ്പോഴും കാണും. അവരുടെ സംസാരങ്ങളിൽ നിന്ന് വേണ്ടാത്തത് മാറി നിൽക്കൂല. പിന്നെ നോമ്പ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ ഭക്ഷണം നിയന്ത്രിക്കുക എന്ന് മാത്രമല്ല, പിടിച്ചു നിർത്തുക എന്ന് പറഞ്ഞാൽ വെറും ഭക്ഷണത്തെ പിടിച്ചു നിർത്തുക എന്നോ അല്ലെങ്കിൽ വിശപ്പിനെ പിടിച്ചു നിർത്തുക എന്നുള്ളതോ അല്ല. എല്ലാ കാര്യങ്ങളും വേണ്ടായ്മകളിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പിടിച്ചു നിർത്തലായിരിക്കണം. നമ്മുടെ ഇസ്ലാമിന്റെ മുമ്പത്തെ കാലഘട്ടങ്ങളിലൊക്കെ നോമ്പുണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റു മതസ്ഥരുടെ ഇടയിലും നോമ്പുണ്ട്. അത് നമ്മുടെ നോമ്പ് പോലത്തെ നോമ്പല്ല. ഇന്നത്തെ ഈ രീതിയിലുള്ള നോമ്പ് നമ്മുടെ ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നൽകിയ പ്രത്യേക സവിശേഷതകളിൽപ്പെട്ടതാണ്. ഇത് ഒരുപാട് മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുമുണ്ട്. പരിശുദ്ധമായ റമളാൻ മാസത്തിന്റെ നോമ്പിന്റെ പ്രത്യേകതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു റഹ്മത്തിന്റെ 10, മഗ്ഫിറത്തിന്റെ 10, അതുപോലെ തന്നെ ഇത്ഖും മിനന്നാറിന്റെ 10. നമ്മൾ ആദ്യത്തെ 10 ഒന്നാമത്തെ നോമ്പ് തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ ചൊല്ലിത്തുടങ്ങിയിട്ടുണ്ട്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യൻ എനിക്കില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാഹ്, എനിക്ക് പുറത്തു തരണേ പടച്ചോനെ. അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറു, ഞാൻ പൊറുക്കലിനെ തേടുന്നു. അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുന്നു എന്ന്. അതുപോലെ തന്നെ അസ്അലുക്കൽ ജന്നത, സ്വർഗത്തിനെ ചോദിക്കുകയും ചെയ്യുന്നു അല്ലാഹുവിനോട്. പിന്നെയോ വഅഊദു ബിക മിനന്നാർ, നരകത്തിൽ നിന്നുള്ള മോചനവും അല്ലാഹുവിനോട് ചോദിക്കണം. ഇങ്ങനെ ഈ 3 കാര്യങ്ങളും നമ്മൾ ഈ നോമ്പ് ഒന്ന് മുതൽ നമ്മളിങ്ങനെ ചൊല്ലി തുടർച്ചയായിട്ട് ചൊല്ലുന്നു, നമ്മൾ ഇഖ്ലാസോടുകൂടെ ചൊല്ലുന്നുണ്ടെങ്കിൽ അല്ലാഹു അതിന്റെ ഉത്തരം നൽകും. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അത് കേൾക്കുമ്പോൾ തന്നെ എന്ത് ഇമ്പമാണ്! നമുക്കിങ്ങനെ ഇഖ്ലാസ് കൂടുകയാണ്, ഈമാൻ കൂടുകയാണ്. അള്ളാഹിനോട് നമ്മൾ ചെയ്ത പാപങ്ങളെ കുറിച്ച് നമ്മളിങ്ങനെ മനസ്സിൽ ഓർമ്മ വന്നുകൊണ്ട് ചൊല്ലിത്തീർന്നാൽ അള്ളാഹു നമുക്ക് പുറത്തു തരുന്നതാണ്, സ്വർഗം തരുന്നതാണ്, നരകത്തിൽ നിന്ന് മോചനം തരുന്നതാണ്. ഇങ്ങനെയെല്ലാം അല്ലാഹു നമുക്ക് സംവിധാനിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒന്നാമത്തെ 10 നമ്മൾ ചൊല്ലുന്ന ദിക്ർ ഏതാണ്? അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റാഹിമീൻ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് റഹ്മത്ത് നൽകണേ അല്ലാ, നീ എനിക്ക് റഹ്മത്ത് നൽകണേ അല്ലാ. അല്ലാഹുവിനോടാണ് ചോദിക്കുന്നത്. എല്ലാ റഹ്മത്തുകളുടെയും ഉടമയാണ് റബ്ബ്. 100 റഹ്മത്തുകളിൽ ഒരു റഹ്മത്ത് മാത്രമാണ് പടച്ച റബ്ബ് ഈ ദുനിയാവിൽ വിനിയോഗിച്ചിട്ടുള്ളത്. ഈ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു റഹ്മത്ത് മാത്രമാണ് ഇവിടെ വിനിയോഗിച്ചിട്ടുള്ളത്. ബാക്കി 99 മാറ്റിവെച്ചത് എവിടേക്കാണ്? അത് മുത്തഖീങ്ങൾക്ക് നാളെ നൽകാൻ വേണ്ടിയാണ്. മുത്തഖീങ്ങൾക്ക് നാളെ നൽകാൻ വേണ്ടിയാണ്. ആരാണ് മുത്തഖി എന്ന് പറയുന്നത്? നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും. അല്ലാഹു ഖുർആനിൽ പറഞ്ഞതാണ്. അല്ലാഹു ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്, മഗ്ഫിറത്തിലേക്ക് ഉളരൂ മുഅ്മിനേ, അള്ളാഹിന്റെ മഗ്ഫിറത്തിലേക്ക് ഉളരൂ മുഅ്മിനേ. പെട്ടെന്നാവട്ടെ, എപ്പോഴാണ് നമ്മുടെ അവസാനം, അന്ത്യം എപ്പോഴാണെന്ന് നമുക്ക് ബോധ്യമില്ല. അള്ളാഹു എപ്പോഴാണ് നമ്മുടെ ആഖിറത്തിനെ പിടിച്ച് ആഖിറത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുക എന്ന് നമുക്ക് ഉറപ്പില്ല. ഈ ദുനിയാവിലെ ജീവിതം എവിടെ അവസാനിക്കുമെന്ന് നമുക്ക് തിട്ടമില്ല.
ഇങ്ങനത്തെ സാഹചര്യത്തിലാണ് അള്ളാഹു നമ്മോട് ഓർമ്മപ്പെടുത്തി തരാണ് പരിശുദ്ധ ഖുർആനിലൂടെ, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, അള്ളാഹുവിൽ നിന്നുള്ള മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ ഉളരിക്കോളൂ എന്ന് പരിശുദ്ധ ഖുർആൻ. എന്നിട്ട് വൽ ജന്നത്തി, സ്വർഗത്തിലേക്കും നിങ്ങൾ ഉളരിക്കോളൂ. അതിൻ്റെ വിസ്തീർണം, അതിൻ്റെ വിശാലത അള്ളാഹു പറയുന്നുണ്ട്. അതിൻ്റെ വിശാലത ആകാശഭൂമികളുടെ വിശാലതയാണ്. എന്നിട്ട് പറയുന്നു ഉഇദ്ദത്തിൽ മുത്തഖീൻ, അത് മുത്തഖീങ്ങൾക്ക് വേണ്ടി സംവിധാനിച്ചതാണ്. ആരാണ് ആ മുത്തഖി എന്ന് പറയുന്നത്? അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാഇ. ആരാണ് മുത്തഖി എന്ന് പറയുന്നത്? മുഅ്മിനെ, അത് സറാഇ വദ്ദറാഇ, അവനിക്ക് നല്ല കാര്യങ്ങൾ വരുന്ന സമയത്ത് യുൻഫിഖൂന, അവർ ചെലവഴിക്കുന്നവരാണ്. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാഇ, അവനിക്ക് ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത്, പ്രയാസങ്ങൾ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നല്ല സുഹൃതങ്ങൾ വരുന്ന സമയത്ത്, സന്തോഷം വരുന്ന സമയത്ത് അവൻ സ്വതക്ക നൽകുന്നവനാണ് മുഅ്മിൻ, മുത്തഖി എന്ന് പറയുന്നത്. 3 അടയാളങ്ങൾ പറയുന്നുണ്ട്. രണ്ടാമത്തത് ആരാണ്? രണ്ടാമത്തത് വൽ കാളിമീനൽ ഗൈൽ, ദേഷ്യം വരുന്ന സമയത്ത് പിടിച്ചു നിർത്തുന്നവനാണ്. ദേഷ്യം വരുന്ന സമയത്ത് പിടിച്ചു നിർത്തുന്നവനാണ്. അവനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളുടെ പദവി നൽകുന്നതാണ്. വൽ ആഫീന അനിന്നാസ്, ജനങ്ങൾക്ക് പുറത്തു കൊടുക്കുന്നവൻ, ജനങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നവൻ, സാന്ത്വന പ്രവർത്തനങ്ങൾ നൽകുന്നവൻ. വൽ ആഫീന അനിന്നാസ്, ജനങ്ങൾക്ക് സാന്ത്വന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവൻ, സാമൂഹികമായ ബാധ്യതകളിലൊക്കെ ഇടപെട്ട് വലിയ കാര്യസൽക്കർമ്മങ്ങളെപ്പോലെ അതിനെ കാണുന്നവൻ. ഈ 3 കാര്യങ്ങളാണ് മുത്തഖി എന്നതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ അതിന് ഡെഫിനിഷൻ ഇട്ട് തന്നത്. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാഇ. അല്ലാഹുമ്മ അർഹംനാ യാ അർഹമർ റഹീമീൻ.